ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു നയാസ് വീഡിയോ. ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും എല്ലാവരും കൂടെ ഇപ്പോൾ എവിടെയൊക്കെ വരിയിട്ടിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സെരീഫാൻ്റെ മരുമോള് സനൻ്റെ വയറ് കാണൽ നടന്നിട്ടാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നാനാഭാഗത്തുനിന്നും പലയിടത്തു നിന്നായിട്ട് വന്ന് ബസ്സിന് വന്ന് എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി മെയിൻ റോട്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ചങ്ങോട്ട് നടക്കാനുള്ള വീട്ടിൽ കിട്ടും. അപ്പോൾ എല്ലാവരും കൂടെ നടന്ന് വരികയാണ്. ഓരോരുത്തർ അവിടെ നിന്നുകാണ്ട് മുണ്ടും പറതൊക്കെ ശരിയാക്കുന്നുണ്ട്. പേരെത്താനായപ്പോൾ എന്താ നമ്മളെ ചെറിയ കുഞ്ഞുവാവട്ട പുതിയ മെമ്പറാണ്. അപ്പോൾ വീടെത്താനായപ്പോൾ എല്ലാവരും മുണ്ടും ഷാളും പിന്നെ മുണ്ടും ഷാളൊക്കെ ഒന്ന് തന്നെയാണല്ലോ അല്ലേ, ചുരിദാറൊക്കെ ശരിയാക്കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ കുറച്ചങ്ങോട്ട് നടന്നാൽ മതി കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ ഞങ്ങൾ വണ്ടിയിൽ ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. വയറ് കാണാൻ പോകുമ്പോൾ കുറച്ച് ചീരനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരലുണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ വണ്ടിയിൽ കുട്ടികളെയൊക്കെ പാടെ കയറ്റിക്കാണ്ട് ഓട്ടോ ആണ്ട് വിട്ടിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നടന്ന് വരിക ഇങ്ങനെ വർത്താനം പറഞ്ഞങ്ങാണ്ട്. അപ്പോൾ അതാണ് വീട്, സനൻ്റെ വീട് കേട്ടോ. വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഭയങ്കര ചെടി കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് എത്രക്കും ചെടീൻ്റെ ഇഷ്ടം പോലെ ചെടീൻ്റെ ഇട്ടതാ. നമ്മളെ കുക്കൂനൊക്കെ ചെടി കണ്ടിട്ടും കണ്ട് എന്തോ കാട്ടാൻ തോന്നും എനിക്ക്. ഫുള്ള് എന്നോട് ചോദിച്ച് വാങ്ങാൻ പറഞ്ഞാണ്. ഞാൻ പറഞ്ഞാണ് നമുക്ക് മുറ്റൊക്കെ ശരിയാക്കിയിട്ട് നമുക്ക് ഓരോടുന്ന് വാങ്ങിക്കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞാണ്. എല്ലാവിധം ചെടികളുണ്ട് കേട്ടോ. നല്ല സനൻ്റെ അമ്മക്ക് ചെടി ഭ്രാന്താണ്. അപ്പോൾ ഒരുപാട് ചെടിയുണ്ട്. അപ്പോൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളുടെ ഇവിടെ നിന്നിട്ട് പിന്നെ അതേപോലെ ഒരു അതായത് ചെറിയ ചെറിയ കുട്ടികളെ മൺചട്ടി ഉണ്ടല്ലോ കളിക്കണം, അതൊക്കെ അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ വെച്ചിട്ടുണ്ട്. അതൊരു രസമായി തോന്നിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാവരും വീടിൻ്റെ ഉള്ളിലൊക്കെ വന്ന് കയറിയൊക്കെ സീറ്റ് പിടിച്ചിട്ടുണ്ട്. റെസ്റ്റ് എടുക്കണം എല്ലാവരും, ഓരോരോ നാട്ടർത്താനൊക്കെ പറഞ്ഞങ്ങാണ്ട്. പിന്നെ നമുക്ക് എല്ലാവരും കൂടെ ഒത്തുവിടുമ്പോൾ കുറേ പറയാനുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ സനൻ്റെ പിന്നെ റൂമാണെന്ന് തോന്നുന്നു. മുത്തുവിൻ്റെ ഫോട്ടോ സനൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. കുറേ ഫോട്ടോ ചുമരുമ്മലൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കണ്. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല ഇഷ്ടം തോന്നി. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ്. നല്ല രസമുണ്ടായിരുന്നു ചെറിയ ചെറിയ ഫോട്ടോകൾ കേട്ടോ. പിന്നെ ഇതാ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഓരോരോ വർത്താനം പറഞ്ഞ് ഓരോരോ പിന്നെ കഥകളും ബിഗ് ബോസിലത്തെ കഥയും പിന്നെ എന്താണ് യൂട്യൂബിലത്തെ ഓരോരോ കഥകളും അങ്ങനെ ഓരോരോ. ഇപ്പോൾ നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കോഫി ഡ്രിങ്കൊക്കെ കൊടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരിക്കണം ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടിയ ഭയങ്കര രസമാണെന്ന്. നാട്ടർത്താനം പറഞ്ഞിട്ട് നേരം വെളുക്കോളം പറഞ്ഞാലും തീരാത്ത നാട്ടർത്താനങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് സാധനം എല്ലാവർക്കും വെള്ളം കൊണ്ടുവന്ന് തരുന്നുണ്ട് കേട്ടോ. കീറിയൊക്കെ തന്നെ എല്ലാവർക്കും വെള്ളം കൊണ്ടുവന്ന് തരുന്നുണ്ട്. പിന്നെ നമ്മളെ കുഞ്ഞാപ്പിതാ പുതിയ കുഞ്ഞാപ്പീൻ്റെ 90 കഴിഞ്ഞിരിക്കണം ഇപ്പോട്ടാ. നല്ല ഉറക്കമാണ് ആള്. എത്ര കളിപ്പിച്ചിട്ടും കൊണ്ട് ഉണരാത്തൊരു ഉറക്ക്. അങ്ങനെ ലാസ്റ്റ് അവിടെ ബെഡിൽ കിടത്തി. വന്നപ്പോ തുടങ്ങി അപ്പോൾ അതിന് സനൻ്റെ അമ്മ നമുക്ക് ചായയും അപ്പം ഒക്കെ കൊണ്ടുവന്ന് തന്നിട്ട് പൊറോട്ട, പത്തിരി, വെള്ളപ്പം, ചിക്കൻ ഗ്രേവി, ചിക്കൻ കറി നല്ല സാപ്പാടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യു ബേബിക്ക് ഞാൻ 2 പത്തിരി ഉണ്ട് കേട്ടോ. പത്തിരി ഇട്ടുകാണ്ട് അവൾക്ക് ഞാൻ വാരി കൊടുക്കുകയാണ്. അല്ല ഞാൻ അവളെ പള്ളിക്കൊന്നും ആവില്ല കേട്ടോ. അത് വിചാരിച്ചിട്ട് ഞാൻ അവൾക്ക് വാരി കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ കുട്ടികളാണ് കേട്ടോ ഇരുത്തിയിരിക്കുന്നത്. ഫുള്ള് കുട്ടികൾ, കുറേ ജനസംഖ്യ കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് കുട്ടികളുണ്ടല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ ഫസ്റ്റ് ഇരുത്തിയതാണ്. അവരത് കഴിഞ്ഞിട്ട് അവരണ്ട് പോയിക്കോട്ടെ എന്നിട്ട് നമുക്ക് ഇരിക്കാമെന്നുള്ളതിൽ അവരെ ഫസ്റ്റ് ഇരുത്തിയതാണ് കേട്ടോ. അപ്പോൾ കുട്ടികളതൊക്കെ കഴിഞ്ഞ് അവരൊക്കെ എണീറ്റ് പോയി. പിന്നെ ഞങ്ങൾ ഇരുന്ന് എല്ലാവരും കൂടെ ഇട്ട് എല്ലാവരും കൂടെ ചായ ഇരുന്നിട്ടുണ്ട്. സനൻ്റെ ഇമ്മയാണ് ഇട്ടത്. ഞാൻ ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ നോക്കിക്കാണ്. അങ്ങനെ അവസാനം എല്ലാ പാത്രങ്ങളും കാലിയാക്കി കൊടുത്ത് നല്ല ടേസ്റ്റുള്ള ഭക്ഷണങ്ങളായിരുന്നു. നല്ല കറിയും നല്ല ഗ്രേവിയൊക്കെ അടിപൊളിയായിരുന്നു. ഏതായാലും ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ കൈയൊക്കെ കഴുകിയിട്ടുണ്ട്.
ഞാൻ കയ്യേക്ക് പുറത്തേക്ക് പോയപ്പോൾ ഇവരാരും കാണുന്നില്ല. അപ്പോൾ ഇവരെവിടെ വെച്ചിട്ട് വന്ന് നോക്കി. അപ്പോൾ എല്ലാവരും കൂടെ റൂമിൽ ഇരുന്നിട്ട് സനൻ്റെ ഉമ്മയും സനൻ്റെ വല്യമ്മയും ഒക്കെ പാടെ ഇരുന്നങ്ങാണ്ട് ഇങ്ങനെ ഓരോരോ വർത്തമാനങ്ങൾ ചോദിച്ചറിയാൻ കേട്ടോ. നിങ്ങളെ സനൻ്റെ വല്യമ്മ ചോദിക്കുകയാണ്, ഇതാണ് സനൻ്റെ വല്യമ്മ ഉണ്ട് ഈ ഇരിക്കണേ കണ്ണാട വെച്ചത്. സനൻ്റെ വല്യമ്മ ചോദിക്കുകയാണ്, നിങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടെ ഭയങ്കര രസമാവില്ല എന്നൊക്കെ പറയണം. അപ്പോൾ ഉമ്മ പറയണേ, എല്ലാവരും കൂടെ വരാൻ എനിക്ക് ഇഷ്ടമില്ല, ഒറ്റ ഒന്നും മക്കളെ നോക്കൂല എന്നൊക്കെ പറയണേ. അപ്പോൾ അത് കേട്ടിട്ട് ഇങ്ങനെ ചിരിക്കണം എല്ലാവരും കൂടെ. അപ്പോൾ ഇതാണ് നമ്മളെ സന ഇവളെ വയറ് കാണാനാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചായയുടെയും കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞിരിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്, പോവാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ പോവാനുള്ള പരിപാടീൻ്റെ മുന്നായിട്ട് ഞാൻ എന്നും പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയാൽ വരി എട്ടിയൊരു ഫോട്ടോ എടുക്കലുണ്ടെന്ന് പറഞ്ഞില്ല. ആ വരി എട്ടിയിട്ടുള്ള നിർത്തമാണ്. വണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതൊന്നും മൈൻഡേ ചെയ്യണില്ല. എല്ലാവരും കൂടെ വരി എട്ടിയിട്ട് ഒരു ഫോട്ടോ എടുക്കുകയാണ്. അത് പതിവാണ് കേട്ടോ, എന്ത് പരിപാടി പങ്കെടുത്താലും ലാസ്റ്റ് അവസാനിക്കൽ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടാണ് കേട്ടോ. അത് വെറൈറ്റി ഒന്നുമില്ല, ഒരേ പൊസിഷനാണ് എന്നും ഞങ്ങൾ എടുക്കൽ, ഈ ഒരു വരി എട്ടിക്കാണ്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫോട്ടോ എടുക്കലും കഴിഞ്ഞ് ഇപ്പോൾ നമ്മളെ കുഞ്ഞാപ്പിനത് സനൻ്റെ അമ്മ താലോലിക്കണ അതൊന്ന് വീഡിയോ എടുത്താണ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ കുറവായിട്ട് നീറ്റിക്കുക കേട്ടോ, വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യില്ല, നമ്മളെല്ലാവരും വീഡിയോ എടുക്കും. അങ്ങനെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോന്നപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പെരയിൽ സർപ്രൈസ് ചെയ്യും. ഞാൻ പറഞ്ഞാൽ ഇന്ന് കുക്കുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ കുക്കുവിൻ്റെ ബർത്ത്ഡേ ആയപ്പോൾ എന്താണ് കേക്കൊന്നും ഇല്ലയെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ റഫീഖയ്ക്ക് ചെറിയൊരു കേക്കൊക്കെ ഒരു 1/2 കിലോത്തിന് കേക്കൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓനെക്കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.